നമസ്കാരം. ഫോം ടൂളും കോമ്പൗണ്ട് സ്ലൈഡ് സ്വിവലിങ്ങും ഉപയോഗിച്ച് ടേപ്പർ ടേണിംഗ് ഉണ്ടാക്കുന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യുവാനാകും. റീമിങ്ങിനുള്ള അലവൻസ് വെച്ചുകൊണ്ട് ഒരു ഹോൾ ഡ്രിൽ ചെയ്യുവാൻ, ഒരു ഹാൻഡ് റീമർ ഉപയോഗിച്ച് ഹോളുകൾ റിം ചെയ്യുവാൻ, ഒരു പ്ലഗ് ഗേജ് ഉപയോഗിച്ച് റിം ചെയ്ത ഹോളുകൾ പരിശോധിക്കുവാൻ, അഡ്ജസ്റ്റബിൾ റീമർ ഉപയോഗിച്ച് റീം ചെയ്ത ഹോൾ 0.1 മില്ലിമീറ്റർ ഡയാമീറ്റർ വലുതാക്കുവാൻ. ഈ എക്സർസൈസ് ചെയ്യുന്നതിനാവശ്യമായ ടൂളുകൾ ഇവയാണ്: ഔട്ട്സൈഡ് കാലിപ്പർ, സ്റ്റീൽ റൂൾ, ചക്കി, ഫേസിംഗ് ടൂൾ, ടേണിംഗ് ടൂൾ, ചക്കും സെന്റർ ഡ്രില്ലും, ഡ്രിൽ ബിറ്റുകൾ, ചേംഫറിംഗ് ടൂൾ, റീമർ, ടേപ്പ് റേഞ്ച്, പ്ലഗ് ഗേജ്, അഡ്ജസ്റ്റബിൾ റീമർ. വൃത്താകൃതിയിലുള്ള ഹോളിന്റെ ആക്യുറസി മെച്ചപ്പെടുത്തുന്നതിനും ഹോളിന്റെ സർഫേസിൽ റഫ്നെസ് കുറയ്ക്കുന്നതിനും ഒരു റോട്ടറി ടൂൾ ഒരു ചെറിയ കട്ടെടുക്കുന്ന ഒരു മെഷീനിംഗ് പ്രവർത്തനമാണ് റീമിംഗ്. മുൻപ് ഡ്രിൽ ചെയ്ത ഹോളുകൾ കൃത്യമായ വലിപ്പത്തിൽ ഫിനിഷ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ് റീമർ. റീമറുകൾ ഹാൻഡ് റീമറുകൾ, മെഷീൻ റീമറുകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഹാൻഡ് റീമിംഗ് മാനുവലായി ചെയ്യുന്നു. ഇതിന് മികച്ച വൈദഗ്ധ്യം ആവശ്യമാണ്. മെഷീൻ റീമറുകൾ മെഷീൻ ടൂളുകളുടെ സ്പിൻഡിലുകളിൽ ഘടിപ്പിച്ച് റീമിങ്ങിനായി റൊട്ടേറ്റ് ചെയ്യുന്നു. റീമറിന്റെ സൈസ് നിർണ്ണയിക്കുവാൻ ഡ്രിൽ സൈസ് ഈസ് ഈക്വൽ ടു റീമർ സൈസ് മൈനസ് വിത്തിൻ ബ്രാക്കറ്റ്സ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ്. റീമർ സൈസ് എന്നാൽ ആവശ്യമായ ഫിനിഷ് ചെയ്ത ഹോളിന്റെ വലിപ്പമാണ്. ഉദാഹരണം, ഡ്രിൽ സൈസ് ഈസ് ഈക്വൽ ടു 16 mm മൈനസ് വിത്തിൻ ബ്രാക്കറ്റ്സ് 0.2 mm പ്ലസ് 0.05 mm. ഡ്രിൽ സൈസ് ഈസ് ഈക്വൽ ടു 15.75 mm. ഇനി റീമിംഗ് ഓപ്പറേഷന്റെ ക്രമം പഠിക്കാം. ഔട്ട്സൈഡ് കാലിപ്പറുകളും സ്റ്റീൽ റൂളും ഉപയോഗിച്ച് വർക്ക് പീസിന്റെ വലിപ്പം പരിശോധിക്കുക. ഒരു 3 ജോ ചക്കിൽ ജോബ് ഹോൾഡ് ചെയ്യുക, അതായത് ചക്കിന് പുറത്ത് ഏകദേശം 25 മില്ലിമീറ്റർ. വർക്ക് പീസിന്റെ ഒരറ്റത്ത് ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. സാധ്യമായ മാക്സിമം ലെങ്ത് വരെ 30 മില്ലിമീറ്റർ ഡയാമീറ്റർ ലഭിക്കുന്നതിന് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. ജോലി തിരിച്ചുവച്ച് റീഫിക്സിംഗ് ചെയ്യുക. $30 മില്ലിമീറ്റർ നീളം നിലനിർത്തുന്നതിന് വർക്ക് പീസിന്റെ രണ്ടാമത്തെ എൻഡിൽ ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. ശേഷിക്കുന്ന ലെങ്തിലും 30 മില്ലിമീറ്റർ ഡയാമീറ്റർ ലഭിക്കുന്നതിന് ടേണിംഗ് ഓപ്പറേഷൻ ചെയ്യുക. ടെയിൽ സ്റ്റോക്ക് ബാരലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രിൽ ചക്കിൽ സെന്റർ ഡ്രിൽ ഹോൾഡ് ചെയ്യുക. ജോബിന്റെ സെന്ററിലായി ഡ്രിൽ ചെയ്യുക. $10 mm പെല്ലറ്റ് ഹോൾ ഡ്രിൽ ചെയ്യുക. ഡയാമീറ്റർ 15.75 mm ഉള്ള ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ഡ്രിൽ ചെയ്ത ഹോൾ 1x45 ഡിഗ്രി ചേംഫർ ചെയ്യുക. ഡയാമീറ്റർ 16 H7 ഹാൻഡ് റീമറിന്റെ സ്ക്വയർ എൻഡിലേക്ക് ടേപ്പ് റേഞ്ച് ഫിക്സ് ചെയ്യുക. ലെയ്ത്ത് ബെഡ് വൃത്തിയാക്കുവാൻ കഴിയുന്ന വിധത്തിൽ ടേപ്പ് റേഞ്ച് ചെറുതായിരിക്കണം. ടെയിൽ സ്റ്റോക്ക് പിന്നിലേക്ക് നീക്കുക.
അതിലൂടെ ഡെഡ് സെന്ററിനും വർക്ക് പീസിനുമിടയിൽ റീമറിന് മതിയായ ഇടമുണ്ടാകും. ടെയിൽ സ്റ്റോക്ക് ഡെഡ് സെന്റർ ഉപയോഗിച്ച് ഷങ്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് റീമർ പതിയെ ഡ്രിൽ ചെയ്ത് ഹോളിലേക്ക് വയ്ക്കുക. ആവശ്യത്തിന് കൂളന്റ് ഉപയോഗിച്ച് ഹോൾ റീം ചെയ്യുക. റീമിംഗ് ചെയ്യുന്ന സമയത്ത് യൂണിഫോം ഹാൻഡ് ഫീഡ് നൽകുക. ഗോ നോ ഗോ പ്ലഗ് ഗേജ് ഉപയോഗിച്ച് ഹോൾ പരിശോധിക്കുക. ഡയമീറ്റർ 16.1 മില്ലിമീറ്റർ വലിപ്പത്തിലേക്ക് അഡ്ജസ്റ്റബിൾ റീമർ ഉപയോഗിച്ച് റീം ചെയ്ത ഹോൾ വലുതാക്കുക. റീമിംഗ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ പഠിക്കാം. റിവേഴ്സ് ഡയറക്ഷനിലേക്ക് തിരിക്കരുത്. അത് റീം ചെയ്ത ഹോളിൽ സ്ക്രാച്ച് ഉണ്ടാക്കും. ഫ്ലൂട്ടിൽ നിന്ന് ചിപ്സ് നീക്കം ചെയ്യുവാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുന്നതിലൂടെ റീമർ ഇടയ്ക്കിടെ നീക്കം ചെയ്യുക. പവറുള്ള ഒരു ഹാൻഡ് റീമർ ഒരിക്കലും ഉപയോഗിക്കരുത്. പ്ലഗ് ബോറിൽ മുഴുവനായും പോകുന്നില്ലെങ്കിൽ അത് ബോർ ടേപ്പർ ആയതായി സൂചിപ്പിക്കുന്നു. ഹോൾ പരിധിക്കുള്ളിലാണെങ്കിൽ ഗേജ് എളുപ്പത്തിൽ പ്രവേശിക്കും. ചേംഫർ ചെയ്ത നീളത്തിനപ്പുറമുള്ള ഒരു ഹോളിലേക്ക് നോഗോ ഗേജ് പ്രവേശിക്കുന്നത് ഒരു ലാർജ് ഹോളിനെയോ ബെൽ മൗത്ത്ഡ് അല്ലെങ്കിൽ ടേപ്പേർഡ് ഹോളിനെയോ സൂചിപ്പിക്കുന്നു. റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ. റീമിങ്ങിനുള്ള അലവൻസ് വെച്ചുകൊണ്ട് ഒരു ഹോള് ഡ്രിൽ ചെയ്യുവാൻ. ഒരു ഹാൻഡ് റീമർ ഉപയോഗിച്ച് ഹോളുകൾ റിം ചെയ്യുവാൻ. ഒരു പ്ലഗ് ഗേജ് ഉപയോഗിച്ച് ഡ്രിം ചെയ്ത ഹോളുകൾ പരിശോധിക്കുവാൻ. അഡ്ജസ്റ്റബിൾ റീമർ ഉപയോഗിച്ച് റീം ചെയ്ത ഹോൾ 0.1 മില്ലിമീറ്റർ ഡയമീറ്റർ വലുതാക്കുവാൻ. ഫോം ടൂൾ, കോമ്പൗണ്ട് സ്ലൈഡ് സ്വില്ലിംഗ് എന്നിവ ഉപയോഗിച്ച് ടേപ്പർ ടേണിംഗ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഈ സെഷനിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. അടുത്ത സെഷനിൽ കാണാം.